ഗൈസ്, നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി ചിക്കൻ 65 ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ 65 ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ആദ്യം തന്നെ അതാ ചിക്കൻ, നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കനിൽ നമ്മൾ തൈര്, കുറച്ച് പുളി കുറഞ്ഞ തൈര് നേരത്തെ ഒരു 10 മിനിറ്റ് മുമ്പേ തേച്ച് പിടിപ്പിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ എടുത്തിട്ടുണ്ട്, തൈര് തേച്ച് പിടിപ്പിച്ച് വെച്ചത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല വേണം. പിന്നെ ഈ കാണുന്നത് നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ്, അത് വേണം. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി വേണം. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ജീരകം പൊടിച്ച് വെച്ചത് വേണം. ആകെ ഈ കാണുന്ന സാധനങ്ങളെ നമുക്ക് നമ്മുടെ ചിക്കൻ 65 ഉണ്ടാക്കാനായിട്ട് വേണ്ടതുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മുടെ തൈര് മിക്സ് ചെയ്ത് പിടിച്ച് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ പൊടികളും ആവശ്യത്തിന് നമ്മൾ ജീരകപ്പൊടി ചേർക്കുകയാണ്. ചെറിയ ജീരകം പൊടിച്ച് വെച്ചത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. നമ്മുടെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഗരം മസാല ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഇതാ നല്ല പോലെ മസാലയായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിനുശേഷം ഒരു 10 മിനിറ്റ് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇതുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. നമ്മൾ നേരെ അടുപ്പത്തൊരു പാത്രം വെച്ച് പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ചിക്കൻ മുഴുവൻ ഇപ്പോൾ നമ്മുടെ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഇവിടെ കിടന്നൊന്ന് വെന്ത് വരണം. വേവുന്ന സമയത്ത് ഒരു ഭാഗം പൂർണ്ണമായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മറച്ചിട്ടും വേവിക്കണം. അപ്പോൾ ഇത് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ആരും മറക്കരുത്. ഇനി ഇത് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. അതാ വീണ്ടും അത് മറച്ചിടുകയാണ്. അപ്പോൾ ഒരു ഭാഗം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി മറച്ചിട്ടിട്ട് അടുത്ത സൈഡും നമ്മൾ വേവിച്ചെടുക്കുകയാണ്. ഇനി ആ സൈഡ് കൂടി ഒന്ന് വെന്ത് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ 65 ഇതാ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം 2 ഭാഗവും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം.